നല്ല താളി, നല്ലത് ആളി, ആളി എന്നാൽ തോഴി. ക അതിലോല, ക ആരാണ് അതിലോല അതിസുന്ദരി? ഈ കാണുന്ന ചിത്രത്തിലെ കർണത്തിന്റെ വർഗം അതിന്റെ പാദത്തിന്റെയും ലംബത്തിന്റെയും വർഗത്തിന്റെ തുകയ്ക്ക് തുല്യമാണ്. വില്യം വേർഡ്സ്വർത്തിന്റെ കവിത. I wandered lonely as a cloud that floats on high over valleys and hills. ഒന്നുകൂടെ പറയാ. ക എന്നാൽ ആരാണ് അതിലോല അതിസുന്ദരി, നല്ല താളി, നല്ല ആളി. ഇതിന്റെ പരിപൂർണമായ അർത്ഥം നല്ല സുന്ദരി എന്ന ഉണ്ണായി വാര്യരുടെ ചോദ്യത്തിന് കുഞ്ചൻ നമ്പ്യാർ നൽകിയ മറുപടിയാണ് നല്ല തോഴി. ഇതെവിടെ സാർ സംഭവിച്ചേ? കുളിക്കടവില്. ഇതന്നല്ലേ ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത്. ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും കുളിക്കാൻ പോയപ്പോ അവർ കുളിക്കടവിൽ വെച്ച് സംസാരിച്ചതാണിത്. സാറേ, ഈ രാജകുമാരികളും സുന്ദരിയാണോ തോഴി? പ്രിയംവദയും അനസൂയയും ഇല്ലാതെ ശകുന്തള ഇല്ല എന്നാണ് അഭിജ്ഞാന ശാകുന്തളത്തിൽ കവി കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. രാജകുമാരിയെ പോലെ തന്നെ നായകമാരില്ലാതെ പ്രണയമില്ല, പ്രണയ കഥകളില്ല. ലൈലയ്ക്ക് മജ്നുവിനോടും ജൂലിയറ്റിന് റോമിയോനോടും പ്രണയം തോന്നിയത് കൊണ്ട് മാത്രമാണ് വിഖ്യാതമായ ഈ കഥകൾ ഉണ്ടായത്. പ്രണയത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർ ചരിത്രത്തിൽ അനേകമാണ്. കാതറുത്ത് കാമുകിക്ക് നൽകിയ മഹാനായ ചിത്രകാരൻ വാൻഗോ ഇതിനുദാഹരണമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എന്താണ് കവി? ശരിയാണ്, നായികയില്ലാത്തൊരു കഥയും ചരിത്രവും ഈ ലോകത്തുണ്ടായിട്ടില്ല. നായികയുടെ മനസ്സിലെ പ്രണയം നായകൻ അറിയുന്നത് വരെ മനസ്സിലൊരു വിങ്ങലാണ്. കണക്കിന്റെ ഇടയിലാണോ ടീച്ചറെ പ്രണയം? ശരിയാണ്. എന്നാൽ നമുക്ക് അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യാം. അടുത്തത് സമപാർശ്വ ത്രികോണം. ടീച്ചറെ, ഭക്ഷണം കഴിക്കാനായില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ടീച്ചറെ, കലക്കി. ക്ലാസ് വളരെ നന്നായിരുന്നു. ഒരു യഥാർത്ഥ അധ്യാപിക ശകുന്തള ടീച്ചറെ പോലെ ആവണം. പഠിപ്പിക്കുന്ന വിഷയത്തിനപ്പുറം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയണം. നായകനും നായികയില്ലാതെ ഈ ലോകത്ത് ഒരു പ്രണയ ചരിത്രം ഉണ്ടായിട്ടില്ലെന്ന് ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോൾ കോരിത്തരിച്ചു പോയി. ശരി സർ. സാറേ, ഒരു മായത്തിലൊക്കെ മതിട്ടോ. നേരാവണ്ണം പഠിപ്പിച്ച് വരുന്നുള്ളൂ. അതിനിടയ്ക്ക് എങ്ങാനും ഊരിപ്പോയാ തീർന്ന് എന്റെ പണിക്കരേ. ഒന്ന് പോടാ. അടിയാധാരവും മൂലാധാരവും ക്ലാപ്പും ഒക്കെ കറക്റ്റാ. പക്ഷേ ശേഖരൻ നായരുടെ പേരിലാണല്ലോ ആധാരം. അതിന് ഞങ്ങള് തന്നെയല്ലേ പരമോശന അവകാശികള്. അതെ, രാവണന്റെ അശോകവനത്തില് 11.5 മാസമാ സീത കഴിഞ്ഞത്. പക്ഷെ ഒരു നാൾ യഥാർത്ഥ അവകാശി വന്നപ്പോ പോയില്ലേ. കഷ്ടം. അതുപോലെ എന്റെ ഈ ഓടക്കപ്പുറത്ത് നാളെ ഒരുത്തം വന്ന് ചോദിച്ചോലാ, നീ എണ്ണി തരുവോ എന്റെ കായ്? അത്യാവശ്യമായിട്ടാ പരമോശനെ, മോളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാ. എന്താണ് ഇതിന്റെ പഠിപ്പ്? BSc മാത്സ്. ഈ പെണ്ണ് നല്ല കാലത്ത് പഠിച്ച് ഈ തണ്ടും തൊടിയും കേടാക്കാതെ വല്ലവനെയും കേട്ടി 4 പിള്ളേരെ പറ്റി വീട്ടിൽ കിടന്നൂടെ എനിക്ക്? നേരെ ഒരു ടീ വലിയ മോശമായി നാടൊക്കെ. ഞാൻ എന്റെ വണ്ടി കൊണ്ടാക്കാം. വരുന്നുണ്ടോ?
കുഞ്ചേ അതൊക്കെ ഇങ്ങ് എടുക്കും. അമ്മ ഞാൻ പോവോ? എന്റെ കൂര വിളഞ്ഞ നല്ല ഒന്നാം തരം തേൻ വരിക്കുക. നല്ല നാടൻ ശർക്കരയും ചീമ നെയ്യും കൂടെ ഇങ്ങനെ ചേർത്ത് വാട്ടി വരട്ടിയെടുത്ത് എൻ്റെ മോളുടെ ഈ നെയ്ക്കുമ്പളം പോലത്തെ ശരീരമൊക്കെ ഞാൻ താണ് നല്ല കോല് പോലെ ഇരിക്കും. ഇല്ലയോടി? അതിൽ 2 മുരിങ്ങാക്കോൽ ഇട്ടാൽ ഉഷാറായി. പുറത്തേക്ക് പോടാ. സാഹചര്യ ഇതൊക്കെ എടുത്ത് അകത്ത് നിന്റെ അടുക്കളയെ കൊണ്ടുപോയി. അമ്മയുടെയും മോളുടെയും വാട്ടപ്പട്ടണ ഇന്നത്തോടെ പരമോശം തീർക്കും. ഞങ്ങള് പട്ടിണിയിലാണെന്ന് പരമാശാനോട് ആരാ പറഞ്ഞേ? സാഹചര്യ ഭർത്താവില്ലാത്തതിന്റെ ഒരു ചടപ്പൊക്കെ മേത്തുണ്ടല്ലോ അടി. എന്റെ കണ്ണിന്റെ താഴത്തെ കറുപ്പൊക്കെ ഒന്ന് മാറ്റി എടുക്കണ്ടേ? അതെ, കുറച്ചു നാളായി ഒരു പൂതി, ഒരു സംബന്ധം കഴിച്ചാലോ ഒന്ന്. അതിന് പരമാശാനോട് ആരാ പറഞ്ഞത്? ഞാൻ ഇവിടെ പുര നിറഞ്ഞു നിൽക്കാന്ന്. തെണ്ടി തിന്നാൻ പാങ്ങില്ലാതെ അന്ന് രാത്രി എന്റെ മുറ്റത്ത് അമ്മയും മോളും കൂടെ ആധാരത്തിന്റെ പകർപ്പായിട്ട് വന്ന് കൈയുറച്ചു നിന്നില്ലേ? അന്ന് എനിക്ക് തോന്നി ഈ അടുക്കളയിലെ പുക എരിയണമെങ്കിൽ പരമൂന്റെ പത്തായത്തിലെ നെല്ല് സാവിത്രിയുടെ അടിക്കൽ വരണമെന്ന് എനിക്കറിയാം. നീട്ടിപ്പരത്തണില്ല, നിനക്കല്ല, നിന്റെ അമ്മക്ക് സംബന്ധം ആലോചിച്ചാ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. നിന്റെ മോക്കുള്ള പുടവ അങ്ങ് കാറിലിരിപ്പുണ്ട്. ഞാൻ ഇതിങ്ങ് എടുക്കട്ടാ? അതാ നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് എന്നെ അറിയിക്കുവോ? എണീക്കട എന്റെ വീട്ടിൽ നിന്ന്. ഞങ്ങള് പാവപ്പെട്ട 2 സ്ത്രീകളെ ഇവിടെ താമസിക്കുന്നുള്ളൂ. നാക്കിന് എല്ലില്ലെന്ന് കരുതി തനിക്ക് എന്തും വിളിച്ച് പറയാന്നാണോ? നിന്റെ കൊഴുപ്പ് കൂടി നിന്റെ കേട് തീർക്കാൻ മേല നീ മുറ്റത്ത് കാലുകുത്തിയാലുണ്ടല്ലോ, അടിച്ച് തന്റെ അണപ്പള്ളി ഞാൻ തീർപ്പിക്കും. മനസ്സിലായോടാ? എടുത്തോണ്ട് പോണോ തന്നെ ചക്കയെ മാങ്ങയും? പാരമൂത് എത്ര കണ്ടതാ? 7 ഇഞ്ച് നീളമുള്ള എന്റെ കാൽപാദത്തിന്റെ അടിയില് തള്ളയും മോള് ഒരു നാൾ വന്ന് ഇരന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പേറെ പാട്ട് കിട്ടോ? ഒരു വെടിയും വേണ്ട, ആഴത്തിലും കളിച്ചോ. എങ്ങനെയുണ്ട്? കൈലാസിരിക്കുന്ന ഫീലില്ലേ? ഇതാണ് ശിവമൂലി. ടീച്ചർ എന്താടാ നിന്റെയൊക്കെ കയ്യിൽ എന്താന്ന് കാണിക്കാൻ? ഒന്നുമില്ല ടീച്ചറെ. ടീച്ചർ എന്താ ഒരുമാതിരി സംശയിക്കുന്ന? ഒന്നുമില്ല, ഇതെല്ലാം നാടൻ കഞ്ചാവാണ്. ടീച്ചർ ഒന്ന് ട്രൈ. നീ നിന്റെ വീട്ടിലെ തള്ളിയോട് ഇത് തന്നെയാണോ പറയണേ? ഒഴിച്ച് ടീച്ചറെ, ഇതൊക്കെ വീട്ടിൽ പോയി കളിച്ചാൽ മതി. ആ ടീച്ചറെ, സാറ് കളി ഇവിടെ ഞങ്ങൾ എടുത്തോണ്ട, അതാണ് ക്ലാസ്സിനുള്ളിൽ. അല്ലേ വിട തല. ആ വാ, പ്രശ്നാവൂ? ടീച്ചറെ, ആ പിള്ളേര് വീണ്ടും അലമ്പുണ്ടാക്കിയല്ലേ? പ്രശ്നം വരണമെങ്കിൽ ഞാൻ ഉണ്ട്. നിക്കടാ, എന്താടാ നീ ടീച്ചറോട് കാട്ടിയത്? ഞങ്ങളെന്ത് കാട്ടാനാ? ആദ്യം കൊടോണ്ട് അടിക്കാൻ ശ്രമിച്ചു, ഞാനത് കൈയോടെ ഇങ്ങ് വാങ്ങിച്ചു. താറുതല പറയുന്നതാണോ നായ? ചെറുപ്രായത്തിൽ കഞ്ചാവ് വെച്ചിടാൻ അധ്യാപകരെത്തെല്ലാം നടക്കുന്നു. ടീച്ചറെ കണ്ട് മാപ്പ് പറയാതെ നീ ഒന്നും ക്ലാസ്സിലല്ല, ഈ ട്യൂട്ടോറിയൽ മുറ്റത്ത് കാലുകുത്തില്ല. ഓടാ.
ആ സാറേ, SSLC റീ എക്സാമിന്റെ ഫീസ് ട്രഷറിയിൽ അടച്ചിട്ട് വരിക. ഈ പിള്ളേരൊക്കെ എവിടെ? ഒന്നും പറയണ്ട സാർ. ആ മുരളി ശകുന്തള ടീച്ചറോട് മിസ്ബിഹേവിയർ, അതോടെ ക്ലാസ് അലമ്പായി. ശശി സാർ ഇടപെട്ട് പിള്ളേരോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. സാറേ, ആ മുരളിക്കെതിരെ ആക്ഷൻ എടുക്കണം സാറേ. I loved her. Sometimes she loved me too. Through nights like this. സാറേ, സാറിനൊരു കത്തുണ്ട്. യൂണിവേഴ്സിറ്റി എന്നാ തോന്നുന്നു. ആ, റിസേർച്ചിന് അപേക്ഷിച്ചിരുന്നു. ഓ, അതിന്റെ വിവരങ്ങൾ അടങ്ങുന്ന കത്തായിരിക്കും. ആ ശരി സാർ. ശരി. One of the best poem of Pablo Neruda. I like it, especially the last stanza. Come and see the blood in street. Class poem. പോയി അവസാനിക്കുന്നത് തന്നെ അവസാനിക്കരുതെന്ന തോന്നലോട് കൂടിയാണ്. കണക്ക് ടീച്ചർ ആൾ കൊള്ളാലോ. നെറൂദയുടെ കവിതയെക്കുറിച്ചൊക്കെ നല്ല അറിവാണല്ലേ. കുഞ്ഞുനാള് മുതലേ വീടിനടുത്തുള്ള ലൈബ്രറിയിൽ പോവാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവിടുത്തെ ലൈബ്രറിയനാ. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനുള്ളതല്ലേ, അപ്പൊ ഇത്തിരിയെങ്കിലും വായിക്കണ്ടേ. പോസ്റ്റ്മാൻ വന്നിട്ട് പോണത് കണ്ടായിരുന്നല്ലോ. ആരുടെ കഥ? ആ, ലവ് ആൻഡ് റെവല്യൂഷൻ ഇൻ നെറൂദാസ് പോയം എന്ന വിഷയത്തിൽ ഞാൻ റിസർച്ചിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായി. ആ, ഈ വരുന്ന ആഴ്ച ആ തീസിന്റെ റഫ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കഥ. ശരി സർ. ശരി. ആ ടീച്ചർ, താങ്ക് യു. നേരം 11 കഴിഞ്ഞു. നീ എന്താ ഉറങ്ങാത്തെ? അമ്മ പൊക്കോ, ഞാൻ ഉറങ്ങിക്കോളാം. കുറ്റിയിട്ട് കിടക്ക. മെമ്പർക്കൊരു കത്തുണ്ട്. ശരി. ശശി സാറേ, എന്താ ടീച്ചറെ, എന്തു പറ്റി? അത് എനിക്ക് ടീച്ചർക്ക് എന്തൊരു ടെൻഷൻ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ, പറഞ്ഞോളൂ. സാർ ഇതൊന്ന് വായിച്ചു നോക്ക്. അതിരാവിലെ ആർക്കെങ്കിലും അർത്ഥം മനസ്സിലായോ? മഞ്ഞുതുള്ളികൾ വന്നു വീഴുന്ന ലാഘവത്തോടെ അതിന്റെ സൗന്ദര്യത്തോട് കവി തന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കും. ഈ നോട്ടൊക്കെ എല്ലാരും ഒന്ന് എഴുത്. ഞാനിപ്പോ വരാം. കവിയുടെ സൗന്ദര്യത്തെ ബാക്കി പറയാട്ടോ ടീച്ചറെ. എന്താ ഇത്? എനിക്ക് പറയാനുള്ളത് ഇതിലുണ്ട്. കുട്ടികള് ശ്രദ്ധിക്കുന്നു. ടീച്ചറെ, ഒരു മിനിറ്റ്. ടീച്ചർ എന്ന കത്ത് ഞാൻ വായിച്ചു. ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ക്ഷമിക്കണം സാർ, എൻ്റെ ഒരു അവിവേകമായിട്ട് കരുതണം. അതുകൊണ്ടല്ല, പ്രേമിച്ച് നടക്കാനുള്ള സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. ടീച്ചറിന് എൻ്റെ സിറ്റുവേഷൻ അറിയാഞ്ഞിട്ട്. ടീച്ചറിന്റെ കത്തിന് രാത്രി ഇരുന്ന് മറുപടി എന്ന സമയം കൊണ്ട് എനിക്ക് എൻ്റെ തീസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ടീച്ചറെ ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരു മനുഷ്യന്റെ മനസ്സ്, അതിലേറ്റവും ഡേഞ്ചറസ് ഇമോഷനാണ് പ്രേമം. ഒരു തവണ തന്നെയായി ഇന്ന് തീർന്നു ടീച്ചർ. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല സാർ. എനിക്കൊരിഷ്ടം വേണ്ട തോന്നി. ടീച്ചർ, എന്നെ അതിന് കിട്ടില്ല. സോറി.
ടീച്ചറെ ഇതെന്താ മാഷേ വണ്ടി തള്ളിക്കൊണ്ട്? ഒന്നും പറയണ്ട ടീച്ചറെ, വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പണി മുടക്കി. നമ്മുടെ കോരംബാബുവിന്റെ വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കും. ടീച്ചർ കത്ത് വായിച്ചോ? മറുപടി ഒന്നും പറഞ്ഞില്ല. അത് നടക്കില്ല സാറേ. സാർ ഈ അമ്പലത്തിലാണ് സ്ഥിരം വരിക? പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇന്നാണ് അവസരം കിട്ടിയത്. ഇതെന്താ കല്യാണക്കുറിയാണോ? അല്ലല്ല, തീസിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പൂജയ്ക്ക് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ശരിയാണ്. ഇവൻ ആ ചന്ദ്രന്റെ മോനല്ലേ? നീ ആ ചന്ദ്രന്റെ മോനല്ലേ? ആ എന്തി? നീ ആ ബോർഡ് കണ്ടില്ലേ? ഭഗവാന്റെ നടയിൽ നിന്നിട്ടാണ് പ്രസിഡന്റ് ഈ നെറുകേട് പറയണത്. ഇത് പഴയ കാലമൊന്നുമല്ല. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും നടന്നൊന്നും നിങ്ങളാരും അറിഞ്ഞില്ലേ? കൂടുതൽ ചലിക്കാതെ ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. പ്രിയപ്പെട്ട ശകുന്തളെ, ഈ ദിവസം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കാരണം ഈ നിമിഷത്തിന് മുമ്പ് വരെ ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. സത്യത്തിൽ ഇതൊരു മാപ്പപേക്ഷ കൂടിയാണ്. ഒരിക്കൽ നീ എന്നോട് മനസ്സ് തുറന്നപ്പോൾ ഞാൻ നിന്നോട് വളരെ സാങ്കേതികമായി സംസാരിച്ചു. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് സത്യമായി തോന്നിയത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയ വികാരം പ്രണയമാണെന്ന് ഞാൻ അന്ന് പറഞ്ഞത് വെറുതെ ആയില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. എൻ്റെ കത്ത് വായിച്ചോ? സാറാ, ഞാനും വായിച്ചു മുഴുവനും. ആ പാട്ട് കേൾക്കുന്നവരെ ഞാനും കരുതിയില്ല എൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടാവുമെന്ന്. പഠിപ്പിക്കുക, പഠിക്കുക, അത് മാത്രമായിരുന്നു ലക്ഷ്യം. നാട്ടുകാരാണെങ്കിൽ ജാതിയിൽ താഴ്ന്നവനെന്നും പറഞ്ഞ് എന്നും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഉറ്റവരോ ഉടയവരോ ഇല്ല. ആകെയുള്ളൊരു മുത്തശ്ശിയാണ്. മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും അവർക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഒറ്റവരോ ഉടയവരോ ഉണ്ടെങ്കിലും മനസ്സിൽ ഞാനെന്ന് ഒറ്റയ്ക്ക്. പക്ഷെ ഇപ്പോ ആരോ കൂട്ടിനുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്നോടൊപ്പം എന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വഴിയിൽ ഉപേക്ഷിച്ച് പോവില്ലല്ലോ. സാറേ, ക്ലാസ് എല്ലാം കഴിഞ്ഞില്ലേ? ബൽറാമാസ നിന്നെയൊക്കെ പോലെ 10ാം ക്ലാസ് പല തവണ തോറ്റ് തുന്നം പാടി നടക്കുന്നവർക്ക് വേണ്ടി ബൽറാമാസ സാർ പ്രത്യേകം തയ്യാറാക്കിയ ഗൈഡാണിത്. മനസ്സിലായ? ഇത് പ്രയോഗിക്കാൻ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്, ഇതെങ്കിലും നോക്കി പഠിച്ചോ. അതായത് നമുക്ക് ഏത് ചോദ്യത്തിന്റെ ഉത്തരാണോ വേണ്ടത് ആ പേജ് മാത്രം നമ്മൾ ഗൈഡിൽ ഇങ്ങോട്ട് കീറിയെടുക്കുക. ഇതുപോലെ. അതിനുശേഷം അതിൻ്റെ 4 മൂലയും വളരെ കൃത്യമായിട്ട് ഇതുപോലെ വെട്ടിക്കളയാം. എന്നിട്ട് ആദ്യത്തെ വരി മുകളിലേക്കാവുന്ന രീതിയിൽ അതിങ്ങനെ മടക്കി കുത്തി മടക്കി കുത്തി മടക്കി കുത്തി മടക്കി കുത്തി മടക്കി കുത്തി ഇതുപോലെ ആക്കണം. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടിട്ട് മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പോഴേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടേ മടക്കി
ഇങ്ങനെ മടക്കി മടക്കി ഈ കൈ അങ്ങോട്ട് മടക്കി വെക്കണം. അതുപോലെ എല്ലാ വിഷയങ്ങളിലെ ചോദ്യോത്തരങ്ങളും ഇതുപോലെ എടുത്ത് വെട്ടി വെട്ടി മുണ്ടിന്റെ കോന്തലക്കലും കേശുവേട്ടാ, ഒരു കാലി ചായ. സുധാര സാറേ, കുട്ടിയൊക്കെ എല്ലാം ഞാൻ ക്ലാസ് നേരത്തെ കഴിഞ്ഞാണല്ലോ, ഇവര് പോയില്ലേ? മാഷ് ഒന്നുകൊണ്ട് അപ്പൊ മാഷ അറിഞ്ഞില്ലേ ഇന്ന് രാത്രി ക്ലാസ് ഉണ്ട്. സുധാകരൻ സാറേ, ഇത് നടക്കത്തില്ല സാറേ. ഞാനിത് സ്കൂളിൽ അറിയിക്കും. പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളതല്ല പ്രധാനം. കുട്ടികൾ പഠിക്കുക, പഠിച്ച് വിവരവും വിവേകമുള്ളവരാവുക. ഇവരെ വഴിതെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിത് സ്കൂളിൽ അറിയിക്കും. ഞാനിത് സ്കൂളിൽ അറിയിച്ച സാറകത്ത ഓർത്തോ. അയ്യോ സാറേ, കൊല്ലക്കുടിയിൽ സൂചി കൊരുക്കാൻ നോക്കണ്ട. സാറിന്റെ ജോലി നോക്കി പോയാ മതി. പിന്നെ ഇതിന്റെ പേരിൽ എന്നെ പിടിച്ച് മൂക്കി കയറ്റാൻ നോക്കുകയാണെങ്കിൽ അങ്ങ് കയറ്റിക്കോ സാറേ. അടിച്ചു കൂട്ടടവന്. അത്ര പെട്ടെന്നൊന്നും അനക്ക് കയറിപ്പോവാൻ പറ്റൂല. നമുക്ക് ശ്രമിക്കാം. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇടങ്ങേറാവും. അന്നെ നമ്മള് എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാം. അതുവരേക്കും നമ്മള് പറയണിടത്തേക്ക് ഈ ഒന്ന് മാറി നിൽക്കേണ്ടി വരും. തിരിഞ്ഞിക്കടാ. പേർഷ്യതാണല്ലോ, ശശി സാറാവില്ലേ?
നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. മരുഭൂമിയുടെ ചൂടിൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ ചൂടെല്ലാം അലിഞ്ഞു പോകുന്നു. മനസ്സിന് എന്തോ ഒരു മരവിപ്പാണ്. ഇത്തിരിയില്ലാത്ത പിള്ളേരെ പീഡിപ്പിച്ച് നടക്കുന്നവന് കിട്ടിയോളോ നിനക്ക് പ്രേമിക്കാൻ? ഞാരടി ഭൂലോകരമ്പയ. നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന വേറെ പെമ്പിള്ളാരില്ലാഞ്ഞിട്ടല്ല പരമ വന്ന് പെണ്ണി ചോദിച്ചത്. തള്ളയ്ക്കും മോക്കും വയറ്റിപ്പഴപ്പിന് ഞാനൊരു കൂട്ടാവുമെങ്കിൽ അതങ്ങ് ആയിക്കോട്ടെ എന്ന് കരുതിട്ടാടി. എന്താടി നോക്കുന്നേ? കഞ്ഞിക്കാടിക്ക് പോക്കില്ല തപ്പും. സൂക്ഷിച്ച് സംസാരിക്കണം. തന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി അത് തന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. എന്നോട് എടുക്കണ്ട. അതടി പണക്കൊഴുപ്പ് ഒരുപാടുണ്ട്. പക്ഷെ അത് കയ്യിലല്ല, എവിടെ വയ്ക്കണമെന്ന് പരമൂന് അറിയാം. നിന്നെപ്പോലത്തെ കാവറയ്ക്ക് അന്ന് എന്നെ ആട്ടിയിറക്കി വിട്ടില്ലേ, അന്ന് പരമ മനസ്സിൽ കുറിച്ചതാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ എന്റെ കടപ്പുറയുടെ ചൂടറിഞ്ഞോടി. പരമു ഇപ്പൊ അതങ്ങ് ക്ഷമിച്ച് എന്റെ കൺമുന്നിൽ നിന്നെ പണ്ടാരടക്കിയിട്ടെങ്കിലേ എന്റെ പേര് പാട്ടിക്കിട്ടോടി. മോളെ ശകുന്തളേ, ശകുന്തളേ, ഇവിടെ എവിടെ പോയി? കത്തിൽ ചോദിച്ചതുപോലെ എനിക്കവിടെ സുഖമാണ്. സാറിന് അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഇപ്പോ നല്ല ചൂട്. നീ ഇവിടെ ഇരിക്കുക. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നില്ലേ? കുറെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു അമ്മ. അത് കാരണം ഞാൻ ലീവ് എടുത്തു. എന്നാ പിന്നെ അതൊന്നും നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഈ ചോറും കറിയൊക്കെ ഇപ്പൊ ഉണ്ടാക്കായിരുന്നോ? അമ്മ അതവിടെ എടുത്തു വെച്ചോ, ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. ഓ, പക്ഷേ മനസ്സിന്റെ വേദനയില് വല്ലാതെ വെന്ത് നീറുക ഞാൻ.